അരിക്കടുക്ക തന്നിട്ടുണ്ടാ വല്യമ്മ? അരിക്കടുക്ക അരിക്കടുക്ക ഉണ്ടാക്കാൻ പോന്നോ? നിറച്ചിട്ട് ഇഷ്ടാണോ? കഴിക്കലുണ്ടോ? പണ്ടെല്ലാം കഴിക്കൽ. എന്നാ നമുക്കൊന്ന് ഉണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കലും കഴിക്കലും എല്ലാം ഉണ്ട്. ഒരു സിമ്പിൾ അരിക്കടുക്ക റെസിപ്പി ആയാലോ? അതിനായിട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ചൊരു മണത്തിന് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ്. ഇത് 1/3 കപ്പാണ് കേട്ടോ. 1/4 അല്ല, 1/3 ആണ്. അപ്പം അത്രയേ വേണ്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ടാണ് എടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര കുറച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ മിക്സിൽ നേരത്തെ അരച്ച തേങ്ങയുടെ അരപ്പ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചാൽ മതി. ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞളും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ഒഴിച്ചാൽ മതി. എനിക്കിപ്പോൾ ഏകദേശം ഒഴിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആദ്യം തന്നെ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് കല്ലുമ്മക്കായിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കല്ലുമ്മക്കായുടെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിങ്ങനെ ഈ ഒരു തിന്നായിട്ടുള്ള സംഭവം കാണുന്നില്ലേ, ഇതിനെ റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ. ഇത് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനാക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായുടെ അകത്തേക്ക് നമുക്ക് ഈ അരി അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ അരിക്കടുക്ക ആയിട്ടുള്ളത്. ഇനിയും 1-2 സ്റ്റെപ്പും കൂടി ഉണ്ട്. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിലോ അപ്പത്തട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റോളം ആവി കയറ്റേണ്ട ആവശ്യമുണ്ട്. ആവി കയറ്റിയ അരിക്കടുക്ക എടുത്ത് നന്നായിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് പുറത്തെടുത്ത് വെക്കുക. നല്ലോണം ചൂട് മാറിയതിന് ശേഷം അതിൻ്റെ ഷെല്ലുകൾ ഓരോന്നായിട്ട് അഴിച്ചു മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വരെ വേണമെങ്കിലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരെ ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ അരിക്കടുക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. അല്ലാതെ നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയും പൊരിച്ചെടുക്കാം. കമ്പാരിറ്റീവ്ലി ഇതാണ് കൂടുതൽ ടേസ്റ്റിയും കുറച്ച് ഓയിൽ എടുക്കുന്നതും ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു 2 മിനിറ്റ്സിൽ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. മറ്റേതും നല്ല ടെക്നിക്ക് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അരിക്കടുക്കയുടെ പുറം വശം നല്ലോണം മൊരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാകമായിരിക്കും. ഇതാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് ഈ ഒരു രീതിക്കാണ് ചെയ്യാറുള്ളത്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ഗുണവും മനസ്സിലാവാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മക്ക് പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചവയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് സാധാരണ ഭക്ഷണങ്ങളൊക്കെ. പക്ഷേ ഇത് നല്ല എളുപ്പത്തിൽ കടിക്കാൻ പറ്റിയെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്ങനെയുണ്ട് അപ്പോ? കഴിച്ചിട്ട് പറ വേഗോ. പ്ലേറ്റ് അങ്ങോട്ട് വലിയമ്മക്ക് നീക്കി കൊടുക്ക്. തിന്നിന് അത് ചായ ഒന്നും ഇങ്ങോട്ട് തണിച്ചത് ഈ ആപ്പൂന്റെ അത് ചൂടുണ്ടാവും.
എങ്ങനെയുണ്ട്? സൂപ്പർ. കട്ടൻ വിത്ത് അരിക്കടുക്ക പൊളിയാ. എരിവുണ്ടാ? ഇതൊക്കെയാണ് നമ്മൾ തലശ്ശേരി സ്റ്റൈൽ അരിക്കടുക്ക വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ.